കുഞ്ഞിമരക്കാർ വിധിക്ക് കീഴടങ്ങി. 2 കപ്പലുകളിലായുണ്ടായിരുന്ന പറങ്കി കിങ്കരന്മാരെ വകവരുത്തിയെങ്കിലും പിടിയിൽപ്പെടാതെ ഒളിച്ചു നിന്നവനുമായുള്ള പോരാട്ടത്തിൽ കുഞ്ഞിമരക്കാർ വീണ് ഷഹീദാവുകയായിരുന്നു. മഹാനർ വിധിക്ക് കീഴടങ്ങിയെന്ന് ബോധ്യമായപ്പോൾ രക്ഷപ്പെട്ടവൻ കപ്പലിൽ പരതി നടന്നു. ചേതനയേറ്റ് കിടക്കുന്ന തൻ്റെ കൂട്ടാളികളുടെ ഭൗതിക ജഡങ്ങൾ കണ്ട് അവൻ്റെ ഉള്ളിൽ നഷ്ടബോധവും പകയും പതഞ്ഞു പൊങ്ങി. തൻ്റെ കൂട്ടാളികളിൽ ഒരാൾ പോലും ബാക്കിയില്ലെന്ന് തിരിച്ചറിഞ്ഞയുടനെ അയാൾ കുഞ്ഞിമരക്കാരൻ്റെ പുണ്യശരീരത്തിനടുത്തെത്തി. ആ തിരുശരീരം അരിശത്തോടെ ആഞ്ഞു വെട്ടി 7 തുണ്ടങ്ങളാക്കി മാറ്റി. ഓരോ ശരീരഭാഗങ്ങളും കയ്യിലെടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കരയിലേക്ക് തുഴഞ്ഞുപോയ തോണിക്കാരനും ഫാത്തിമയും ഈ കാഴ്ചകൾ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ശത്രുക്കൾ ഇനിയും ഉണ്ടാകാം, അവർ തങ്ങളെ അപായപ്പെടുത്തിയേക്കും എന്നിത്യാദി ചിന്തകളിൽ തോണിക്കാരൻ കരയിലേക്ക് ആഞ്ഞു തുഴഞ്ഞു. ഫാത്തിമയെ രക്ഷപ്പെടുത്താനാവാത്തതിൽ വിഷണ്ണരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെട്ടത് അവരിൽ അത്യധികം സന്തോഷമുളവാക്കി. സംഭവമറിഞ്ഞ് വീട്ടിലെത്തിയ ബന്ധുക്കളും പരിചിതരുമൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാണ് അവിടെ എത്തിയതെന്ന് ഫാത്തിമയോട് അന്വേഷിച്ചു. സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ ഫാത്തിമ അവരുടെ മുമ്പിൽ വിവരിച്ചു കൊടുത്തു. കൂടിയവരെല്ലാം കുഞ്ഞിമരക്കാരൻ്റെ വീരകൃത്യങ്ങളിൽ അഭിമാനം കൊണ്ടുവെങ്കിലും പണ്ഡിതനും സൗമ്യനും അപരഗുണകാംക്ഷിയുമായ കുഞ്ഞിമരക്കാരൻ്റെ വിയോഗത്തിൽ അവർ നൊമ്പരപ്പെട്ടു. ഞൊടിയിടയിൽ ഈ വാർത്ത വെളിയങ്കോട് ദേശം ഒന്നാകെ വ്യാപിച്ചു. ഒരു ദേശത്തിൻ്റെ മൊത്തം വിലാപമായി പ്രിയപ്പെട്ട കുഞ്ഞിമരക്കാർ. മണിയറയിൽ ശയിക്കേണ്ടിയിരുന്ന മണവാളൻ മണ്ണറ പുകാനായിരുന്നു നിയോഗം. ധീര ദേശാഭിമാനി കുഞ്ഞിമരക്കാറിൻ്റെ അർപ്പണബോധത്തിനു മുന്നിൽ മണ്ണും മനസ്സും ഒരേപോലെ തേങ്ങി. സംഭവബഹുലതയുടെ ചരിത്ര ചിത്രണം കോർത്തൊരുക്കിയ ആ മാല നമുക്കിങ്ങനെ വായിക്കാം. കൊടിപെറ്റോർ വീണ് ഷഹീദായതിൽ പിന്നെ കേടൻ അക്കപ്പലിൽ നോക്കി അതിലുള്ളോവർ പതിത്ത് ചകമായി കിടപ്പാതെ കണ്ടിട്ട് വലിയ കോപത്തോടെ വന്നെടുത്തിട്ടവർ ബദൻ 7 തുണ്ടമാക്കി ഓരോന്നെടുത്തിട്ട് ബഹറിൽ എറിഞ്ഞതൈ കണ്ട് മുന്നേ അവർ കരക്കാക്കി വിട്ടേ ആ പെണ്ണും തോണിക്കാരൻ കഥയെല്ലാം കണ്ടിട്ട് അകലെ നീലന്തോവർ തിരക്കിത്തുഴഞ്ഞവർ കരയിൽ അണഞ്ഞിട്ട് സ്ത്രീയാളെ പുരകൊള്ളെ വന്നവളെ കണ്ടവർ സിരിയാളെ കൂട്ടക്കാർ ചോദിച്ചവളോട് ചിതമ്പോൾ സഹായിക്കാൻ ആരങ്കെ വന്നോവർ ഇരുത്തിയവൾ വാർത്ത എല്ലാം അവരോട് വിവരം കേട്ടോരൊക്കെ മുറയിട്ട് അന്നവർ കൂറിയെ ഭർത്താവ് വെളിയങ്കോടനാട്ടിൽ കുടിതോറും കേട്ട് വ്യസനപ്പെട്ടെല്ലാരും. സംഭവബഹുലമായ ഷഹീദ് കുഞ്ഞിമരക്കാർ ചരിത്രത്തിൻ്റെ 17ാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.